അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ നിങ്ങളൊരു കാര്യം സൂചിപ്പിച്ചു, നജാത്തിന്റെ നജാത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ അല്ല നമ്മുടെ കൊണ്ടുവരാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ നജാത്തിനെ കുറിച്ച് ഒരു ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം. ഈ കഴിഞ്ഞ താങ്കൾ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ചപ്പോൾ തന്നെ അതിൻ്റെതായ ചില അലയൊലികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാരണങ്ങളെ കുറിച്ചും അതിനെ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുത എന്താണെന്ന് ഒന്ന് പറയാൻ പറ്റും? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ്. അവിടെ കൂട്ടിച്ചേരലുകളോ രാഷ്ട്രീയ വിരോധങ്ങളോ ഒന്നും വെച്ച് പറയില്ല. നജാത്ത് വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ. ആയിരക്കണക്കിന് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത ഒരു വലിയ സ്ഥാപനമാണ്. KT മാനു മുസ്ലിയാരെ പോലെയുള്ള മഹാരഥന്മാരും ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പോയി പിരിച്ചുണ്ടാക്കി നമ്മുടെ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസത്തിനും ഒരു മുന്നേറ്റം കുറിക്കുവാൻ ഒരുപാട് പാടുപെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് നിന്നിരുന്ന അമ്പലക്കടവ് നമുക്കറിയാം. വലിയ പണ്ഡിതനാണ്, ഒരുപാട് അനുയായികൾ കേരളത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് എത്തിങ്ങാനയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഞാൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉണ്ടാക്കി. ഞാൻ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ, അമ്പലക്കടവ്. ഞാൻ അതിൽ ഇന്നും വേറെ പ്രയാസപ്പെടുകയാണ്. എനിക്ക് അയാൾ ഒരു ചായ ഇങ്ങോട്ട് വാങ്ങി തന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചായ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ജയിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിക്കണമെങ്കിൽ ഒരു സാമുദായിക അകൽച്ച ഉണ്ടാകണം. ഞാൻ ക്രിസ്ത്യനായിരുന്നല്ലോ. അപ്പം അതിനുവേണ്ടിയാണ് അമ്പലക്കടവിനെ വെറുതെ അന്ന് നമ്മുടെ MNൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് അറിയാമല്ലോ ആക്ഷേപിക്കാനും കൈയാറ്റം ചെയ്യാനും ഒക്കെ ആൾക്കാർ പോയി. അവരൊക്കെ ഇന്നും ലീഗ് നിലനിൽക്കുകയല്ലേ. അവർക്കൊരു നടപടി അന്നും എടുത്തില്ല, ഇന്നും എടുത്തില്ല. അതിൽ ചില ആൾക്കാർ തന്നെയാണ് ഇപ്പം എൻ്റെ സഹപാഠിയാണ് ഹുസൈൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ ഹുസൈൻ ആ സ്ഥാപനത്തിൽ എനിക്ക് തോന്നുന്ന നമ്മുടെ KT മാനു മുസ്ലിയാർ സൗജന്യമായിട്ട് ഒരു എയ്ഡഡ് കോളേജിൽ സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റി റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ജീവിത മാർഗം തന്നെ ആ സ്ഥാപനവും കൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല അവിടെ പറയുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അത് അതിൻ്റെ പുറകിൽ അവിടെ ഈ പഴയ അമ്പലക്കടവിനെ തടുത്താൻ പിന്നെ കൂടിയ ലോബിയാണ് ഈ ഹുസൈനെ മുന്നിൽ നിർത്തി ഈ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ വരാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള വിഷയമല്ല. ഈ എത്തിങ്ങാനയ്ക്ക് ഇതുവരെ പണം കൊടുത്തവർ ഇത് തട്ടിപ്പായി പോയോ വെട്ടിപ്പായി പോയോ അവരൊരു പുനർചിന്തനം നടത്തിയാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടുത്തെ ലീഗിൻ്റെ കമ്മിറ്റിക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? സംസ്ഥയും ലീഗും ഒരിക്കലും ഒന്നാകാൻ പാടില്ല. അത് രണ്ടും രണ്ടല്ലേ. കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിന് സംസ്ഥയുടെ പ്രധാന പോസ്റ്റിലിരിക്കണമെന്ന് ആഗ്രഹിക്കുക, മുസ്ലിം ലീഗിൻ്റെ MLA മാർക്ക് സംസ്ഥ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. MLA സ്ഥാനം പോയി കഴിയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലമല്ലല്ലോ അത് ഒരു മതസംഘടനയാണ്. മതം പഠിച്ചവരായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരിക്കണം. അല്ലാതെ അവിടെ പോയിട്ട് നമ്മുടെ പാർട്ടിയിലെ ആൾക്കാർ പാലാ ബിഷപ്പ് കയറിയിട്ട് പാലായിലെ MLA സ്ഥാനം കൂടി വേണമെന്ന് പറഞ്ഞാലും നടക്കുമോ? നമ്മുടെ സംഘടന വേറെ സംസ്ഥ വേറെ എന്ന നിലയിലേക്ക് മാറിയില്ലെങ്കിൽ ഈ സംസ്ഥയിലൊക്കെ ഉണ്ടാകും വലിയ പ്രയാസങ്ങളുണ്ടാക്കും. ലീഗാണ് അതിന് മനസ്സിലാക്കി അവരെ പുറകിൽ ലീഗിൻ്റെ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും പുറകിൽ പണ്ഡിതന്മാരോട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം പ്രശ്നങ്ങളുണ്ടാവും.
അത് ലീഗ് ഇനിയും ചിന്തിക്കാത്തൊരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിങ്ങനെ അതാണ് അതിന്റെ പിന്നിലെ പിന്നിലെ അത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പൊ ഇരിങ്ങാട്ടറി പള്ളിയില് പള്ളിയുടെ ഒരു ചാർജ് കൊടുത്തിരിക്കുകയാണ്. ഇരിങ്ങാട്ടറി പള്ളിക്ക് ഒരു അംഗനവാടി പോലും ഇല്ല. നമ്മൾ ആലോചിക്കണം, ഇത്രയും വിദ്യാഭ്യാസ നിലയിൽ ഒരു പണ്ഡിതനെ പിടിച്ച് ഒരു സ്ഥാപനവും ഇല്ലാത്ത പള്ളിയുടെ മാത്രം ഒരു കാര്യത്തിലേക്ക് ചുരുക്കി നിർത്തിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് തരം താഴ്ത്താൻ എത്ര പറ്റുമോ അത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനപ്പോൾ പള്ളിയുടെ സ്ഥാനം ചെറുതായിട്ടല്ല പറയുന്നത്, ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തി അറിവും തൻ്റെ ഇടമുള്ള ഒരാളാണ് അബ്ദുൽ ഹമീദ് അമ്പലക്കടവ്. അപ്പം അദ്ദേഹത്തിനെ പോലെയുള്ളവരെയൊക്കെ മുന്നിൽ നിർത്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കുതിപ്പുണ്ടാക്കാൻ ഈ ലീഗിൻ്റെ നേതൃത്വം തൽക്കാലം ഒന്ന് മാറിക്കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇവരെയൊക്കെ അറിയുന്നതുകൊണ്ട് പറയാണ്. ഓക്കെ, ഏതായാലും കേരള ചാനലിനോട് സഹകരിച്ചതിന് നന്ദി.